പരീക്ഷണങ്ങൾ ഒന്നിനു പുറകെ ഒന്നൊന്നായി നാഥയെ തേടിയെത്തി. തൻ്റെ 12-ാം വയസ്സിൽ അതവളെ തേടിയെത്തിയത് ക്ഷയം എന്ന മാരകരോഗത്തിൻ്റെ രൂപത്തിലാണ്. ആരോഗ്യം ക്ഷയിച്ച് ആശുപത്രിയിൽ കഴിയുന്ന അവളുടെ തളർന്ന ശരീരത്തെക്കാളും അവളെ അലട്ടിയത് ഇക്കാലമത്രയും തൻ്റെ പ്രിയപ്പെട്ട അമ്മയെ പിരിഞ്ഞിരിക്കേണ്ടി വന്നതിൻ്റെ നോവാണ്. തൻ്റെ ഈ വേദനകളിൽ എല്ലാം അവൾക്ക് ഏക ആശ്രയം ആശുപത്രിയിലെ ചെറിയ ഒരു പള്ളിയും ദിവ്യകാരുണ്യ ഈശോയുമായിരുന്നു. ഏറെ നാളുകൾക്ക് ശേഷം രോഗവിമുക്തയായ അവൾ തൻ്റെ അമ്മയുടെ അരികിലേക്ക് തിരികെ എത്തുന്നു. ചെറുപ്പത്തിൽ തന്നെ ഒരു ഹെയർ ഡ്രസ്സറായി പ്രാവീണ്യം നേടിയിരുന്ന നാഥ പിന്നീട് അത് തൻ്റെ ഉപജീവന മാർഗമായി സ്വീകരിച്ചു. അതിൽ നിന്നും കിട്ടിയിരുന്ന തുച്ഛമായ വരുമാനം കൊണ്ട് അവൾ ഫ്ലോറൻസിൽ ഒരു അപ്പാർട്ട്മെൻറ്റ് വാടകയ്ക്കെടുത്തു. അമ്മയോടൊപ്പം 5 വർഷത്തോളം അവിടെ കഴിഞ്ഞു. 1945 തൻ്റെ മാതൃ സഹോദരിയുടെ ക്ഷണം സ്വീകരിച്ച റോമിലേക്ക് പലായനം ചെയ്ത നാഥ അവിടെ ഒരു ചെറിയ വാടകമുറിയിൽ അമ്മയുമൊത്ത് ജീവിതം തുടർന്നു. ഈ ലോകത്തിലെ യാതൊരു സന്തോഷങ്ങൾക്കും റോമൻ പട്ടണത്തിലെ വിനോദങ്ങൾക്കും അവളെ സന്തോഷിപ്പിക്കാൻ ആയില്ല. അവയിലെല്ലാം തികഞ്ഞ ശൂന്യതയാണ് നാഥ കണ്ടെത്തിയത്. പരീക്ഷണങ്ങൾ ഒന്നിനു പുറകെ ഒന്നൊന്നായി വേട്ടയാടി അവളുടെ ജീവിതത്തിലേക്ക് വീണ്ടും ക്ഷയരോഗം കടന്നു വന്നത് അവളുടെ 22-ാം വയസ്സിലാണ്. ആശുപത്രിവാസം അവളുടെ കൂടപ്പിറപ്പായ കാലഘട്ടത്തിലാണ് റൊമാനി എന്ന കമിലിയൻ വൈദികൻ അവളുടെ ആത്മീയ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. അദ്ദേഹത്തെ തൻ്റെ ആത്മീയ പിതാവായി സ്വീകരിക്കുന്ന നാഥ തൻ്റെ ആത്മീയ ജീവിതത്തിലെ ഒരു പുതിയ അധ്യായത്തിന് തുടക്കം കുറിക്കുകയായിരുന്നു.